കുട്ടഞ്ചേട്ടൻ ഇവിടെ സർവീസിൽ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ പരിപാടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടഞ്ചേട്ടൻ അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കുട്ടഞ്ചേട്ടനെ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. ഇവിടെ വന്നപ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് കുട്ടഞ്ചേട്ടനെ കണ്ടതിൻ്റെ ഓർമ്മയിലുള്ളത്. അന്ന് മുതൽ ഞങ്ങളുടെ ഒരു ചേട്ടനായിരുന്നു, കുട്ടഞ്ചേട്ടനെ വിളിക്കുന്ന പോലെ തന്നെ ഒരു ചേട്ടനായിരുന്നു, ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിലും കുട്ടഞ്ചേട്ടനെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇവിടുന്ന് വളരെ വിഷമത്തോടെ ഒരു വർഷം മുമ്പ് എനിക്ക് ഇവിടുന്ന് പോണ്ടി വന്നു. എങ്കിലും കുട്ടഞ്ചേട്ടൻ്റെ യാത്രയത്തിന് വരാതിരിക്കാൻ എനിക്കായില്ല, അതുകൊണ്ട് വന്നു. കുട്ടഞ്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു രാവിലെ എന്തായിരിക്കും കുട്ടഞ്ചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടാവുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ജനനം, നമ്മൾ ജനിക്കും, സ്കൂളിൽ പോകും, പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോകും, കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ഒന്നിന്റെ ഡേറ്റ് നമുക്ക് ഫിക്സഡ് അല്ല. സ്കൂളിൽ പോകണമെന്ന് അങ്ങനെയൊന്നും നമുക്ക് ഫിക്സഡ് അല്ല. ജോലി കിട്ടും, പക്ഷെ റിട്ടയർമെന്റ് മാത്രം നമുക്ക് ഫിക്സഡ് ആണ്. ജോലി കയറിയാണെന്ന് നമുക്കറിയാം, സർക്കാർ പറയുന്ന ഒരു വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യണം. അപ്പൊ കുട്ടഞ്ചേട്ടൻ അതെനിക്ക് പറയാൻ തോന്നിച്ച ഒരു കൊല്ലം മുമ്പേ കുട്ടഞ്ചേട്ടൻ പറഞ്ഞു തുടങ്ങി. ജനുവരി 19 അല്ലെ 20-ാം തീയതി പറഞ്ഞത്. ജനുവരി 20-ാം തീയതി എല്ലാവരും പാർട്ടിയാണ് എന്ന് ഒരു വർഷം മുമ്പേ കുട്ടഞ്ചേട്ടൻ പ്ലാൻ ചെയ്തു. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് പലരും വളരെ വേദനയോടെ കാണും. കുറെ പേർക്ക് സന്തോഷമാണ്. എനിക്കറിയാം, സന്തോഷമുള്ള ആളുകളറിയാം. റിട്ടയർ ചെയ്ത് വേഗം പോകണം, എനിക്ക് സന്തോഷത്തോടെ വേഗം ഒന്ന് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പകുതി സങ്കടവും പകുതി സന്തോഷമായിട്ട് വലിയൊരു വികാരം ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. ഭയങ്കര സങ്കടമുള്ള ആളുകളുണ്ട്. അതിൽ ഭയങ്കര സങ്കടത്തോടെ ഇവിടുന്ന് വിട്ടുപോകുന്ന ഒരാളാണ് കുട്ടഞ്ചേട്ടൻ. എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടഞ്ചേട്ടൻ ഇങ്ങനെ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ യാതൊരു താല്പര്യമില്ല, പക്ഷെ പോയാൽ മതിയാവും. അങ്ങനെ വളരെ സങ്കടത്തോടെ പോകുന്ന കുട്ടഞ്ചേട്ടന് നമുക്ക് പറഞ്ഞയക്കാതെ നിവർത്തിയില്ല. നാളെ തുടങ്ങി ഇവിടെ കുട്ടഞ്ചേട്ടൻ ഇവിടെ ഉണ്ടാവും, നാളെ തുടങ്ങിയാണ് ഞാൻ കേട്ടത്. എങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് കുട്ടഞ്ചേട്ടൻ പിരിച്ചു വിടാതെ നമുക്ക് നിവർത്തിയില്ല. അതുകൊണ്ട് കുട്ടഞ്ചേട്ടൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ കുട്ടഞ്ചേട്ടൻ്റെ ഒരു സ്ഥാനം ഞാൻ ഓർത്തപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. പണ്ട് പുരാണത്തിലുള്ള ഒരു കഥയാണ്. മഹാവിഷ്ണുവിന്റെ അടുത്ത് നാരദർ ഒരു പ്രാവശ്യം ചെന്നു. അപ്പൊ നാരദരെ നമുക്കറിയാം, നാരദന്റെ സ്വഭാവം നമുക്കറിയാം. അപ്പൊ നാരദർ ഇങ്ങനെ ചെന്നപ്പോ മഹാവിഷ്ണുവിന്റെ ടേബിളിൽ ഒരു വലിയ പുസ്തകം ഇരിക്കുന്നു, വെള്ളി കവർ കൊണ്ട് പൊതിഞ്ഞ ഒരു പുസ്തകം. അപ്പൊ നാരദന് സ്വാഭാവികമായിട്ടും എല്ലാം അറിയണമല്ലോ. അപ്പൊ നാരദൻ ചോദിച്ചു, ഇതെന്താണ് പ്രഭു ഈ പുസ്തകത്തിനകത്ത് എന്ന് ചോദിച്ചപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ഇത് എന്നെ ആരാധിക്കുന്ന എന്റെ ഭക്തരുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പൊ നാരദൻ ആ സമയത്ത് ഹനുമാനുമായിട്ട് ഭയങ്കര ഗ്രഡ്ജിലിരിക്കുന്ന സമയമാണ്. നാരദൻ ആ പുസ്തകം മുഴുവൻ മറിച്ചു നോക്കിയിട്ട് ഹനുമാന്റെ പേര് കണ്ടില്ല, മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഭക്തരുടെ ലിസ്റ്റാണ്. നാരദന് ഭയങ്കര സന്തോഷമായി. നാരദൻ ഉടനെ ഹനുമാനെ അന്വേഷിച്ച് ചെന്നു. ഹനുമാനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് കണ്ടു, പക്ഷെ നിങ്ങൾ അയാളെ ആരാധിക്കുന്ന ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരില്ല. അപ്പൊ ഭയങ്കര രസമായിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, നിങ്ങളുടെ പേര് അതിൽ കണ്ടില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കുശുമ്പ് കുത്തി. അപ്പൊ ഹനുമാൻ വളരെ സ്വതസിദ്ധമായ രീതിയിൽ ചിരിച്ചിട്ട് നാരദനെ പറഞ്ഞു വിട്ടു. കുറെ നാളുകൾക്ക് ശേഷം നാരദൻ വീണ്ടും മഹാവിഷ്ണുവിന്റെ അവിടെ ചെന്നപ്പോ ഒരു പുസ്തകം ഇരിക്കുന്നു, അതിന് ഗോൾഡൻ കവറാണ്. അപ്പൊ അത് എന്താണ് വീണ്ടും ചോദിച്ചപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഭക്തരുടെ ലിസ്റ്റാണ്. അപ്പൊ അതില് വേഗം ഞാൻ തുറന്നു നോക്കിക്കോട്ടെ വെച്ചിട്ട് തുറന്നു നോക്കിയോളാൻ പറഞ്ഞു. അതിൽ ആദ്യം കിടക്കുന്ന ഹനുമാന്റെ പേരാണ്. അത് കണ്ടതോടെ നാരദന് ആകെ സങ്കടമായി. നാരദൻ അത് മുഴുവൻ മറച്ചു നോക്കിയിട്ട് നാരദന്റെ പേര് കണ്ടുമില്ല. അപ്പൊ നാരദൻ അവിടെ വെച്ചിട്ട് നാരദന്റെ ആ വിഷമവും ആ കുശുമ്പും ഒക്കെ പോയി എന്നാണ് പറയുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞാൽ നാരദനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഹനുമാനെ നല്ലവനാക്കാനോ അല്ല. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ എനിക്കൊരു കുട്ടഞ്ചേട്ടന്റെ സ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെ ഗോൾഡൻ കവറിട്ട പുസ്തകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും കുട്ടഞ്ചേട്ടൻ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മുടെ എല്ലാവരുടെയും ഗോൾഡൻ കവറിട്ട പുസ്തകത്തിലാണ്, നമ്മുടെ എല്ലാവരുടെയും വെള്ളി കവറിട്ട പുസ്തകത്തിലല്ല. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ എല്ലാവരുടെയും ഗോൾഡൻ കവറിലുള്ള പുസ്തകത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് കുട്ടഞ്ചേട്ടന്റെ ഒരു പ്രത്യേക കഴിവാണ്. അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കുട്ടഞ്ചേട്ടന്റെ ഫാമിലി. വളരെ ഒരു ഫാമിലി മാനാണ് കുട്ടഞ്ചേട്ടൻ. വളരെ അടുത്തറിയാവുന്ന ഒരു നിലയ്ക്ക് ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് കുട്ടഞ്ചേട്ടൻ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള മാനാണ്. ഭാര്യ, മക്കളെ ഇന്നും ഇത്ര വലുതായിട്ട് മോളെ മോനെ എന്ന് വിളിക്കുന്നത് വളരെ